മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ പള്ളിയിൽ മദീന പള്ളിയിൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇഅ്തികാഫിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാനിടയായപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂ ഉമാമ, എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഇത് നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ. ളുഹറിന്റെ സമയമായാലല്ലേ ആളുകൾ പള്ളിയിൽ ഉണ്ടാവുള്ളൂ. ളുഹറിന്റെയും സുബഹിയുടെയും ഇടയിൽ ആളുകളെ പള്ളിയിൽ കാണില്ലല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അബൂ ഉമാമ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത ഈ സമയത്ത് പള്ളിയിൽ ഇരിക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചു. ആ സമയമാണ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ് ദുയൂനുൻ വഹുമൂമുൻ ലസിമത്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഒരുപാട് കടങ്ങളുണ്ട് നബിയേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയേ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളാണ്, ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടങ്ങളാണ് ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്, പള്ളിയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബേ, കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. കടമുണ്ടോ, പ്രയാസമുണ്ടോ? ആ കടവും പ്രയാസവുമെല്ലാം മാറിക്കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അബൂ ഉമാമ പറഞ്ഞു, അതേ നബിയെ, നിങ്ങൾ എനിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവേ, നിങ്ങൾ ദുആ ചെയ്യണം. കടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, എന്നെ നീ പിശുക്കനാക്കി മാറ്റല്ലേ റബ്ബേ. പിശുക്കനായാൽ ഒരുപക്ഷേ സാമ്പത്തികമായ പ്രയാസമുണ്ടാകും. പിശുക്കന്മാരായി മാറിയാൽ അവരുടെ സമ്പത്ത് അല്ലാഹു നശിപ്പിക്കുമെന്നാണ്. പിശുക്കന്മാരുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കുമെന്നാണ്. അവരുടെ സമ്പത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ തീർന്നു പോകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും പിശുക്കന്മാരായി മാറാൻ പാടില്ല. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന്, അശക്തതയിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. കടങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പ്രയാസങ്ങളില്ലാതിരിക്കാൻ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, വലിയ രോഗങ്ങൾ, സാമ്പത്തികമായ ശാരീരികമായ അസ്വസ്ഥതകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ദുഃഖത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ ലിജാൽ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ ദുആ എല്ലാ സുബ്ഹിക്ക് ശേഷവും ഒരു തവണ നീ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ, ഇതേപോലെ മഗ്രിബിന്റെ ശേഷം നീ ദുആ ചെയ്താൽ അല്ലാഹു തആല നിന്റെ എല്ലാ പ്രയാസങ്ങളും തീർത്തുതരുമെന്ന്, നിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു തീർത്തുതരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങള് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിരന്തരമായി ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിദ് റിജാൽ. ഇങ്ങനെ ദുആ ചെയ്ത് ഒരാഴ്ചയാകുമ്പോഴേക്കും അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു കൊടുത്തുവിട്ടു എന്നാണ്. ഇതിങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങളാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖവും പ്രാരാബ്ദങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്തു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് പരിഹാരം ദുആയാണ്, പരിഹാരം പ്രാർത്ഥനയാണ്. നിരന്തരമായി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഏറ്റവും നല്ല ദുആ ചെയ്യാനുള്ള സമയം ഏതാണ്? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? അത് സുബ്ഹിക്ക് മുമ്പുള്ള സമയമാണ്. ആ സമയത്താണ് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരികയാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന്, അർശിൽ നിന്ന് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള ആളുകളോട് പറയുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, നിങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്നോട് ദുആ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഏത് സമയം? ഏത് സമയം? തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. ഏത് ദിവസം? എല്ലാ ദിവസവും. ഏത് ദിവസം? എല്ലാ ദിവസവും. എല്ലാ ദിവസവും തഹജ്ജുദിന്റെ സമയമായാൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഭൂമിയിലുള്ള സകല ആളുകളോടും അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, നിങ്ങൾക്ക് വല്ലതും എന്നോട് ദുആ ചെയ്യാനുണ്ടോ? എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അപ്പൊ നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഉണ്ട് റബ്ബേ, എനിക്ക് ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കേണ്ടത്? കടമാണോ? അല്ലാഹു, എനിക്ക് കടമുണ്ട്, എന്റെ കടം നീ വീട്ടിത്തരണം. രോഗമാണോ? രാവിലെ സുബഹിക്ക് മുമ്പ് എണീക്ക്. തഹജ്ജുദ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീക്ക്. വളരെ സ്വഹീഹായ ഹദീസാണിത്. അല്ലാഹുവേ, എനിക്ക് രോഗമുണ്ട്, ശിഫ തരണം. കുട്ടികളില്ലേ? അല്ലാഹുവേ, എനിക്ക് കുട്ടികളില്ല, കുട്ടി വേണം. കല്യാണ പ്രായമെത്തി, ഇതുവരെ ഒരു ഇണ ശരിയായിട്ടില്ല. അല്ലാഹുവേ, നീ യോഗ്യരായ ഇണയെ തരണം. അതുപോലെ ജോലിയില്ലേ? അല്ലാഹുവിനോട് ജോലി വാങ്ങ്. വീടില്ലേ? അല്ലാഹുവിനോട് വീട് വാങ്ങ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഹൽ മിൻ ദാഇൻ, ആരാ ദുആ ചെയ്യാനുള്ളത്? എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അല്ലാഹുവിനോട് പാപമോചനം തേടാനുണ്ടോ? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹുവിനോട് പറയാനുണ്ടോ? അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. എന്നെ നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ റബ്ബേ. ഇങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യാനുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹി നിസ്കാരത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കണം. രോഗങ്ങളാണ് റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, കൊടുത്തു വിട്ടണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വഹൽ മിൻ സായിലിൻ, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. അതേപോലെ വഹൽ മിൻ മുസ്തഗ്ഫിരിൻ, എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ? എന്നോട് മാപ്പ് ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം, ഞാൻ പുറത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാത്രികളിലും ഒരു 2 മണിയായാൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ്. എല്ലാ രാത്രികളിലും ദുആഇന് ഉത്തരമുള്ള സമയമാണ്. ചോദിച്ചാൽ എന്തും നൽകാൻ തയ്യാറായ അല്ലാഹു അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വെറുതെ പ്രയാസമുണ്ട്, രോഗമുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമില്ല. അതിന് പരിഹാരം കണ്ടെത്തണം. ആരാണ് പരിഹാരം തരേണ്ടത്? അല്ലാഹുവാണ് പരിഹാരം തരേണ്ടത്. എങ്ങനെയാണ് അല്ലാഹു പരിഹാരം നൽകുക? അല്ലാഹുവിനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അമ്മയുജീബുൽ മുൽത്തറ, താണു കേണ് വിനയാന്വിതനായി കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. താണു കേണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഏത് സമയത്താണ് ചോദിക്കേണ്ടത്? സുബഹിയുടെ മുമ്പാണ് ചോദിക്കേണ്ടത്. ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾക്കുള്ള നിബന്ധന എന്താണ്? ഹറാമ് തിന്നുന്നവരാവാൻ പാടില്ല. ഹറാമ് തിന്നിട്ട് ചോദിച്ചാലൊന്നും ഉത്തരം കിട്ടൂലേ? ഹറാമ് തിന്നുന്നവരാവാൻ പാടില്ല. ഹറാമ് ധരിക്കുന്നവരാവാൻ പാടില്ല.
ഹറാമായ വീട്ടിലാവാൻ പാടില്ല. ചില ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്നിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അയാൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടത്? അയാൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ചോദിക്കേണ്ട സമയം തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് എണീറ്റിട്ട് തന്നെയാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കൊടുക്കേണ്ടത്? മത്അമുഹു ഹറാം, അയാൾ തിന്നുന്നത് ഹറാമാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം മോഷ്ടിച്ചവനാണ് അയാൾ. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മോഷ്ടിച്ചവനാണ് അയാൾ. മറ്റുള്ളവരുടെ സമ്പാദ്യത്തിൽ കൈയിട്ട് വാരിയവനാണ് അയാൾ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. ആരാന്റെ സമ്പത്ത് മോഷ്ടിച്ചു വാങ്ങിച്ച കുപ്പായമാണ്, അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഷോപ്പിൽ പോയി അടിച്ചു മാറ്റിയ കുപ്പായമാണ്. വമസ്കനുഹു ഹറാം, അവൻ താമസിക്കുന്ന വീടും ഹറാമാണ്. ആരാന്റെ സമ്പത്ത് മോഷ്ടിച്ചു കെട്ടിയ വീടാണത്, ലോൺ എടുത്തുകൊണ്ട് കെട്ടിയ വീടാണ്. ഈ രീതിയിൽ ഹറാമായ വീട്ടിൽ നിന്ന് ഹറാമായ വസ്ത്രം ധരിച്ച് ഹറാമായ ഭക്ഷണം കഴിച്ച് എന്നോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഞാൻ എങ്ങനെ ഉത്തരം ചെയ്യണമെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹറാം തിന്നുന്നവരാവാൻ പാടില്ല, ഹറാം ധരിച്ചവരാവാൻ പാടില്ല, വീട് ഹറാമാവാൻ പാടില്ല. ഇതിൽ നിന്നെല്ലാം സംശുദ്ധരായി രാത്രി തഹജ്ജുദ് നിസ്കരിച്ചൊന്ന് കുടിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യ, അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്താ റബ്ബേ, എന്റെ കടങ്ങൾ നീ കൊടുത്തു വിട്ടിത്താ അല്ലാഹ്, എന്റെ ദുഃഖങ്ങൾ മാറ്റിത്താ റബ്ബേ, എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു ഉത്തരം തരും മുഅ്മിനീങ്ങളെ, അല്ലാഹു ഉത്തരം തരും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും. ചോദിച്ചത് അല്ലാഹു തരും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിരന്തരമായി ദുആ ചെയ്യാൻ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ, എന്നോട് ദുആ ചെയ്താൽ ഞാനല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത്? വയക്ഷിഫുസ് സൂആ, അവന്റെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത്? വയക്ഷിഫുസ് സൂആ, അവന്റെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത്? വയജഅലുകും ഖുലഫാഅൽ അർളി, നിങ്ങളെ ഭൂമിയുടെ പ്രതിനിധികളാക്കി മാറ്റുന്നതും ഇലാഹും അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസക്കാരായി നമ്മൾ മാറുക. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനോട് എത്രയോ ദീനാർ കടം ചോദിക്കുകയാണ്. തന്റെ സുഹൃത്തിനോട് കടം ചോദിച്ചു. ബനൂ ഇസ്രായേൽ നബി തങ്ങൾ പഠിപ്പിച്ചൊരു കഥയാണ്, ഒരു സംഭവമാണ്. കടം വേണം, എത്ര? ഒരു 100 ദീനാർ കടം വേണം. ഓക്കെ, ഞാൻ തരാം, പക്ഷേ സാക്ഷി ആരെങ്കിലും ഉണ്ടോ? സാക്ഷിയുണ്ടോ? എനിക്ക് സാക്ഷിയായി എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. വക്കീലുണ്ടോ? ന്യായാധിപൻ, വക്കീൽ. എനിക്ക് വക്കീലായി എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സാക്ഷിയായും വക്കീലായും എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. 2 പുഴക്കരയിൽ താമസിക്കുന്നവരാണവർ. വലിയൊരു പുഴയാണ്. ആ പുഴയുടെ ഇപ്പുറത്തു നിന്നുള്ളൊരു സുഹൃത്ത് അപ്പുറത്ത് പോയി ഒരാളോട് കടം ചോദിക്കുകയാണ്. എത്രയാണ് കടം വേണ്ടത്? ഒരു 100 ദീനാർ. ഉദാഹരണം, കടം കൊടുക്കണമെങ്കിൽ സാക്ഷി വേണം, എഴുത്തു വേണം, വക്കീല് വേണം, കഫീല് വേണം. ആരാണ് സാക്ഷി? ആരാണ് വക്കീല്? അല്ലാഹുവാണ് വക്കീല്. ആ സമയത്ത് കടം കൊടുക്കുന്ന വ്യക്തി അല്ലാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു വക്കീലാണ് എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു വക്കീലാണെങ്കിൽ, അല്ലാഹു സാക്ഷിയാണെങ്കിൽ, അല്ലാഹുവിനെക്കാളും വലിയ സാക്ഷി വേറെയില്ലല്ലോ, അല്ലാഹുവിനെക്കാളും വലിയ വക്കീല് വേറെയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിച്ച കടം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് കടം അദ്ദേഹത്തിന് തിരിച്ചു നൽകേണ്ടത്. ഒരു 4-5-6 മാസത്തെ കാലാവധി കൊടുത്തു. ഇന്ന ദിവസം എനിക്ക് തിരിച്ചു തരണമെന്ന്. 2 പേരും തിരിഞ്ഞുപോയി. അഡ്രസ് 2 പേരുടെയും കയ്യിലില്ല.
എങ്ങനെയാണിത് കിട്ടുക? ഇന്നാലിന്ന പുഴക്കരയിലേക്ക് ഞാൻ ഇന്നാലിന്ന ദിവസം വരാം, ഏപ്രിൽ 10 ആകുമ്പോഴേക്കും നിങ്ങളുടെ സംഖ്യയുമായി ഞാൻ പുഴക്കരയിലേക്ക് വരാമെന്നാണ് അയാൾ പറഞ്ഞതുപോലെ കടൽക്കരയിലേക്ക് എത്തി. ഏപ്രിൽ 10 ആയി. ഇയാൾ കടൽക്കരയിൽ തന്റെ കാശും കൊണ്ടുപോയ ആളുടെ കടവും കാത്തിരിക്കുകയാണ്. അപ്പുറത്തുള്ള ആളാണെങ്കിൽ കയ്യിൽ ക്യാഷും പിടിച്ച് ഒരു തോണി ലഭിക്കാൻ, ഒരു വെള്ളം ലഭിക്കാൻ, ഒരു ബോട്ട് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പുറത്തേക്ക് പോകുന്ന ഒരാളെ കിട്ടിയാൽ അവിടെ പോയി അയാളുടെ കടം കൊടുക്കണം, കയ്യിൽ ക്യാഷുണ്ട്. അങ്ങനെ ഇയാൾ പുഴക്കരയിലേക്ക് എത്തി. നോക്കുമ്പോൾ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണത്താൽ അന്നാരും ബോട്ട് കടന്നു വന്നില്ല, അന്നൊരു തോണിയും കടന്നു വന്നില്ല, അന്നൊരു വഞ്ചിയും കടന്നു വന്നില്ല. അപ്പുറത്തേക്ക് പോകാൻ അപ്പുറത്തുള്ള ആൾക്ക് ഇന്നാണ് ഡേറ്റ് പറഞ്ഞത്, ഇന്നാണ് അവര് പറഞ്ഞത്. അത് തിരിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകാൻ ആളില്ല. രാവിലെ മുതൽ ഉച്ചവരെ കാത്തുനിന്നു, ആളെ കാണുന്നില്ല. വൈകുന്നേരമായി, ആളെ കാണുന്നില്ല. രാത്രിയാവാനായി, ആളെ കാണുന്നില്ല. എന്നാൽ അതേപോലെ മറുതലയ്ക്കലുള്ള ആ സഹോദരന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പൈസ കിട്ടാൻ വേണ്ടി രാവിലെ 9 മണിക്ക് വന്നതാണ്, ഉച്ചയായി ആളെ കിട്ടുന്നില്ല. വൈകുന്നേരമായിട്ടും ആള് വന്നില്ല, കടന്നിരുന്നില്ല. രാത്രിയാവാറായി. അപ്പോഴാണ് ഈ സമയത്ത് ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാരൻ ആരെയും കിട്ടുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യുക? അള്ളാഹുവിനെ വക്കീലാക്കി, അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണല്ലോ ഞാൻ കടം വാങ്ങിയത്. അതുകൊണ്ട് ഒരു മരത്തിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ആ മരം 2 കഷ്ണമായി പിളർത്തിയിട്ട് ആ മരത്തിന്റെ അകത്തളങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ദീനാറുകൾ കെട്ടിവെച്ച് ഒരെഴുത്തും കൂടി അദ്ദേഹം വെക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ കടം വാങ്ങി, തിരിച്ചു തരാൻ എനിക്ക് വഞ്ചിയില്ലാതെ ഞാൻ ഇപ്പുറത്തെ കരയിൽ ബാക്കിയായതാണ്. അതുകൊണ്ട് ഈ കത്ത് ലഭിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ഒരു മരത്തിൽ കെട്ടി ആ മരത്തിന്റെ കഷ്ണത്തെ പുഴയിലേക്ക് വലിച്ചെറിയുകയാണ്. അള്ളാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ് ആ ക്യാഷും ആ മരത്തിന്റെ കഷ്ണവും പുഴയിലേക്ക് വലിച്ചെറിയുന്നത്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. മറ്റേ വ്യക്തിയാണെങ്കിൽ ഒരുപാട് നേരം കാത്തു നിന്നിട്ട് രാത്രി ആവാറായി, നേരം ഇരുട്ടാറായി. ഇനി ആരും വരുമെന്നുള്ള പ്രതീക്ഷയില്ല. വളരെ നിരാശയോടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ആ സമയത്താണ് അദ്ദേഹം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത്, ഏതായാലും ഇവിടേക്ക് വന്നതാണ്, ക്യാഷ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് വീട്ടിലേക്ക് ഇന്നത്തെ പാചകം ചെയ്യാനുള്ള വിറക് കൊള്ളികൾ ശേഖരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ വിറകുകളും ശേഖരിച്ച് ഒരു ഭാണ്ഡമാക്കി, ഒരു കെട്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഓരോ വിറകുകളും അതിനെ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം കൊടുത്ത ദീനാറുകൾ ആ മരത്തിന്റെ കഷ്ണത്തിനിടയിൽ കാണാനിടയായത്. ആ കത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് അയാൾ അത്ഭുതപ്പെടുന്നത്. അള്ളാഹുവിനെ ഒരാൾ പരമേൽപ്പിച്ചാൽ, അള്ളാഹുവിൽ ഒരാൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ ഒരാൾ സാക്ഷിയാക്കിയാൽ അള്ളാഹു അവരെ വെറുതെ വിടൂല. അവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും, അവരെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും, ദുആ ചെയ്താൽ ഉത്തരം നൽകാൻ അള്ളാഹു ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്ഭുതകരമായ രീതിയിൽ സഹായം നൽകുന്നവനാണ് അള്ളാഹു. നിങ്ങളൊരു കാര്യമാണ് ചെയ്യേണ്ടത്, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറാവുക. എന്തുണ്ടായാലും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തയ്യാറാവുക. എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാവുക. വേണമെന്നുള്ള ഉദ്ദേശത്തോടെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾക്കറിയുമോ മഹദിയായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ നിങ്ങൾക്കറിയില്ലേ? ഫിറഔനിന്റെ കാലം ക്രൂരമായ ഭരണമാണ്. ആളുകളെ, ചെറിയ ചെറിയ പിഞ്ചോമന മക്കളെ കഴുത്തുറുത്തു കൊല്ലുന്ന കാലമാണിത്. സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്ന കാലമാണിത്. ആ സമയത്താണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ മാതാവിന് നൽകുന്നത്. മാതാവിന് പേടി തോന്നുകയാണ്, ഈ കുഞ്ഞിനെ എങ്ങാനും ഫിറഔനിന്റെ പട്ടാളക്കാര് കണ്ടുപോയാൽ എന്തായാലും എന്റെ കുഞ്ഞിന്റെ തലയറുത്തു കളയുമെന്നുറപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യണം ഉള്ള പേടിയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് പേടിയില്ലാതെ, ഭയമില്ലാതെ, ധൈര്യത്തോടെ മുലപ്പാല് കൊടുത്തോളൂ എന്ന്. പേടി വേണ്ട, ദുഃഖിക്കേണ്ട, ധൈര്യമായിട്ട് പാല് കൊടുത്തോളൂ. ഇനി നിങ്ങൾക്ക് പേടി തോന്നിയാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പുഴയിലേക്ക് എറിഞ്ഞോളൂ. പേടി തോന്നിയാൽ പുഴയിലേക്ക് എറിഞ്ഞു. ഫിറഔനിന്റെ പട്ടാളക്കാർ വന്നിട്ട് കഴുത്തറുക്കുമെന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ
ആരും കാണാതെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് എറിഞ്ഞോളൂ. ഇങ്ങനെയാണ് ഒരു മാതാവിന് പുഴയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിയാൻ ധൈര്യം വരിക. പണ്ടത്തെ മാതാവാണ്. ഇന്നത്തെ ഉമ്മമാരുടെ കഥകളല്ല. ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വിഷയമല്ല. മക്കളെ കാമുകന്മാർ അടിച്ചു കൊല്ലുന്നതൊക്കെ രസകരമായി മാതാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ കൊല്ലാൻ കാമുകന്റെ കയ്യിൽ കൊട്ടേഷൻ നൽകുകയാണ്. എന്നിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയാൻ ചില ഉമ്മമാർ. ഇന്നത്തെ അമ്മമാരുടെ കഥകളായത്. അമ്മമാർ എന്ന് പറഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് സമാനമായ ചില അമ്മമാരിന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ കാമുകൻ അടിച്ചവശനാക്കുന്നത് വളരെ ആർത്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന ഉമ്മമാർ. എങ്ങനെ ഒരു നൊന്ത് പ്രസവിച്ചൊരു മാതാവിന് ഇത് സാധിക്കുന്നു? അല്ലാഹുവിനറിയും. ഇഷ്ടംപോലെ കഥകൾ. കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ. കാമുകന്മാർക്ക് വേണ്ടി ഒരു അര വയസ്സ് പ്രായമുള്ള മുലപ്പാല് നൽകുന്ന കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ. അതേപോലെ തനിക്ക് ജനിച്ച കുഞ്ഞിനെ എവിടെയെങ്കിലും കാടുകളിൽ വലിച്ചെറിയുന്നവർ. ഇനി കുഞ്ഞ് വലുതായാൽ അവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ പോലും മടി കാണിക്കാത്തവർ. ഈ രീതിയിൽ മനുഷ്യരല്ല മൃഗങ്ങളായി ഇന്നത്തെ മാതാവ്, അമ്മ മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ ഉയർത്തിക്കളഞ്ഞിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കാരുണ്യം ആരോട് കാണിക്കും, ഏത് സമയത്ത് കാണിക്കും എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും കാരുണ്യം കാണിക്കുന്നത് ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന സമയത്താണ്. ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന സമയത്താണ് ഏറ്റവും കാരുണ്യമുള്ള രംഗം നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുക. ഒരു കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന മാതാവിന്റെ മനസ്സാണ് കാരുണ്യമുള്ള മനസ്സ്. എന്നാൽ ആ മാതാവ് വരെ കുഞ്ഞിനെ വലിച്ചെറിയാൻ മടിക്കാത്ത കാലമായി നമ്മുടെ കാലം മാറി. അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് പറയുകയാണ്, മൂസാ നബിയുടെ മാതാവേ, നിങ്ങൾക്ക് പേടി തോന്നുകയാണ്, കഴുത്തറുത്ത് കൊല്ലുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ കുഞ്ഞിനെ ആ കാണുന്ന പുഴയിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ. ഒരു മാതാവിന് എങ്ങനെ സാധിക്കും വലിച്ചെറിയാൻ? പക്ഷേ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, നിനക്ക് ഞാൻ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരും. നിന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു തന്നാൽ പോലെ ഒരു ദുഃഖവും വേണ്ട, ഒരു വിഷമവും വേണ്ട. നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ ഞാൻ തിരിച്ചു തരാം. പക്ഷെ നീ ധൈര്യമായി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞോളൂ. അള്ളാഹു പറയാൻ നിനക്ക് തിരിച്ചു തരും എന്ന വാക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിൽ എന്തെന്നില്ലാത്ത വിശ്വാസം നൽകി. പിന്നെ ഒന്നും ആലോചിക്കാനില്ല, തിരിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്. നേരെ കൊണ്ടുപോയി പുഴയിലേക്ക് എറിഞ്ഞു. എങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞ? നീന്താൻ അറിയാത്ത, ഒന്ന് അനങ്ങാൻ കഴിയാത്ത മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു പൈതല് ഒരു പുഴയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? വെള്ളം കുടിച്ചു മരിക്കൂലേ? ശ്വാസം മുട്ടി മരിക്കൂലേ? ഹിംസ്ര ജന്തുക്കളും അവിടെയുള്ള മത്സ്യങ്ങളും കൊത്തിപ്പറിക്കൂലേ? എന്നാലും എന്റെ റബ്ബ് അങ്ങനെ പറഞ്ഞാൽ അതങ്ങനെ നടക്കും. റബ്ബ് തിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കും എന്ന പ്രതീക്ഷയോടെ മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ മനോഹരമായ നദിയിലൂടെ ഒഴുകി 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 മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞുമോൻ മഹാനായ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ക്രൂരനായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തി. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കണ്ടപാടെ ആ കുഞ്ഞെനിക്ക് വേണമെന്നുള്ള താല്പര്യത്തോടെ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിനെടുക്കാൻ. ഫിർഔൻ പറഞ്ഞു കുഞ്ഞിനെ വധിക്കണം, കുഞ്ഞിനെ വധിക്കണം, കുഞ്ഞ് എന്റെ അധികാരം തകർക്കുന്നവരാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വധിക്കണമെന്ന് ഫിർഔൻ പറഞ്ഞു. പക്ഷേ ഭാര്യ വിട്ടില്ല. ആ കുഞ്ഞിനെ അറുക്കാൻ ഞാൻ വിടൂല. ആ കുഞ്ഞ് നമ്മുടെ കൊട്ടാരത്തിൽ വളരട്ടെ. ആ കുഞ്ഞ് നമ്മൾക്ക് ഹൈറാണെങ്കിൽ ടൈം പാസിന് വേണ്ടി, ലാളിച്ച് വളർത്താൻ വേണ്ടി, ഇവിടത്തെ ഒരു രസത്തിന് വേണ്ടി, നിങ്ങളൊരു ടൈം പാസിന് വേണ്ടി ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്തണം. എന്തെങ്കിലും ഷർ തോന്നിയാൽ ആ കുഞ്ഞിനെ നമ്മൾക്ക് വധിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാമെന്നുള്ള നിബന്ധനയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞിനെ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കയ്യിലെടുക്കുകയാണ്. നോക്കുമ്പോൾ ചോര പൈതലാണ്, പാല് കുടിക്കുന്ന സമയമാണ്, കരയുകയാണ്. പാല് കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലുള്ള ആളുകൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്തു. പക്ഷെ ഒരാളുടെ പാലും കുഞ്ഞ് കുടിക്കുന്നില്ല. ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ പാല് കൊടുക്കാൻ വേണ്ടി നിരനിരയായി കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി ഈ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തിയത്. നോക്കുമ്പോൾ
പാല് നൽകാൻ നിരനിരയായി കാത്തു നിൽക്കുന്ന പെൺകൂട്ടങ്ങളെയാണ് കണ്ടത്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടെ ഒരു കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് കൊട്ടാരത്തിൽ, പക്ഷെ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആര് പാല് കൊടുത്താലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അപ്പൊ സഹോദരി പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ എനിക്കൊരാളെ പരിചയമുണ്ട്, ആ പെണ്ണ് പാല് കൊടുത്താൽ തടയുന്ന ഒരു കുഞ്ഞും ലോകത്തില്ല, ഞാൻ കൊണ്ടുവരാം. ഫിർഔന് നേരെ തന്നെ ഉടനെ തന്നെ ഈ മൂസാ നബിയുടെ മാതാവിന്റെ സഹോദരിയെ ആളെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അല്ലാഹു തആല നോക്കണം നിങ്ങൾ, പുഴയിലേക്ക് വലിച്ചെറിയാൻ ധൈര്യം കൊടുത്ത റബ്ബ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു നൽകി. പക്ഷെ കുഞ്ഞിന് കിട്ടിയോ? കൊട്ടാരത്തിലാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുത്തേക്ക് മാതാവ് പോയതല്ലേ, പക്ഷെ ഇന്നാ റാദൂഹു ഇലൈകി, നിന്നിലേക്ക് തിരിച്ചു തരുമെന്നാ പറഞ്ഞത്. മൂസാ നബിയുടെ മാതാവ് പാല് കൊടുക്കുമ്പോ ഉടനെ തന്നെ പാല് കുടിക്കാൻ കുഞ്ഞു തയ്യാറായി. അപ്പൊ മൂസാ നബിയുടെ മാതാവ് പറഞ്ഞു, കൊട്ടാരത്തിൽ വന്ന് പാല് നൽകാനൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഫിർഔൻ സമ്മതം കൊടുത്തു. ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ മാതാവിന് തിരിച്ചു നൽകി. എങ്ങനെ? വെള്ളത്തിലുള്ള കുഞ്ഞ് ഒരു മത്സ്യം തൊടാതെ, ആ കുഞ്ഞിന് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കാതെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ നിന്നും മുലപ്പാല് കൊടുക്കാൻ എന്ന കാരണത്താൽ അള്ളാഹു മാതാവിന് തിരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്. അള്ളാഹു ഒരു വിഷയം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് ഒരു പേടിയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഏത് രംഗങ്ങളിലേക്ക്, ഏത് മേഖലകളിലേക്ക് ഇറങ്ങുമ്പോഴും ഉടനെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടിറങ്ങും. കച്ചവടമായാലും ജോലിയായാലും പഠനമായാലും പരീക്ഷകളായാലും ഗൾഫായാലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങും. അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു മേഖലകളിലേക്ക് നിങ്ങൾ ഇറങ്ങും. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും.